വെള്ളം നനച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ഇതിൽ ചൂട് വരികയും ഹ്യൂമിഡിറ്റി കൂടിയിട്ട് നല്ല പോലെ ഇത് പുഴുകി നല്ല ചൂടായിരിക്കും. ഇതിൻ്റെ മുകളിൽ നിന്ന് ആവി വരും. ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ നമുക്ക് വലിയ സൈസുള്ള പ്ലാസ്റ്റിക് കവറാണ്. ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഇതിന് മുന്നത്തെ വീഡിയോകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കവർ മതിയോ എന്ന്. പ്ലാസ്റ്റിക് ചാക്ക് പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടത് ചാണകമാണ്. ചാണകമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് ചാണകം മിക്സ് ചെയ്യാം. വൃത്തിയാട്ടോ. നമ്മൾ ഇത്രത്തോളം ചാണകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചാണകം വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചാണകം ഇല്ലാത്തവരാണെങ്കിൽ